ഹായ് ഓൾ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി. ഏണസ്റ്റ് അക്കാദമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാമിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ്. ആ എക്സാമിന് വേണ്ടിയുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതായത് 23/3/2025 മുതൽ 11/4/2, അതായത് ഇന്നലെ മുതൽ അടുത്ത മാസം ഏപ്രിൽ 11 വരെയാണ് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുക. ആരും മറക്കാതെ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഇനി ഏപ്രിൽ വരെ കാത്തിരിക്കാതെ തന്നെ ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ മുമ്പത്ത് പല ഉദ്യോഗാർത്ഥികളും സംസാരിക്കുമ്പോൾ പല എക്സാമിന് അപ്ലൈ ചെയ്യും, എന്നാൽ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റാതെ അത് വിട്ടുപോയിക്കൊണ്ട് എക്സാം എഴുതാൻ സാധിക്കാത്ത ഒരു അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥികൾക്കും അങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ, അതായത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ മുമ്പത്തൊരു PSC എക്സാമുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അപ്ലൈ ചെയ്തവരുടെ എണ്ണത്തിനേക്കാൾ ഒരു പകുതിയൊക്കെ ആയിരിക്കും കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വരിക. അതായത് അപ്ലൈ ചെയ്ത മുഴുവൻ ആളുകളും കൺഫർമേഷൻ കൊടുക്കാറില്ല. അപ്പം അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു എക്സാമല്ല ഈ എക്സാം. ഈ ഒരു ക്വാളിഫിക്കേഷനിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഒരു സുവർണ്ണ അവസരം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് 12/6/2025 അതായത് ഇനിയൊരു 2.5 മാസവും കൂടാണ് നമുക്ക് എക്സാമിനുള്ളത്. പക്ഷേ ഇനിയും വൈകിട്ടില്ല. വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള സ്റ്റഡി പ്ലാനും കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ അങ്ങനെ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പല എക്സാമുകൾ എഴുതിയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് ഈ ഒരു എക്സാം വളരെ ഒരു നല്ലൊരു വേക്കൻസീസിലും അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസസ് ഒക്കെ നടക്കാൻ സാധ്യതയുള്ള എക്സാമാണ്. അതുകൊണ്ട് ആരും വിട്ടുകളയാതെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇനി ഒട്ടും വൈകിട്ടില്ല. ഇപ്പോൾ തന്നെ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഇപ്പോൾ കൺഫർമേഷൻ ഡേറ്റ് വന്ന ഉടനെ തന്നെ, അതായത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇതിൻ്റെ സിലബസും വരുന്നതായിരിക്കും. സിലബസ് വരുമ്പോൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഏണസ്റ്റ് അക്കാദമി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ഈ 2.5 മാസം കൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഡേ ടു ഡേ ടൈം ടേബിൾ വെച്ച് സ്റ്റഡി പ്ലാൻ വെച്ചിട്ടുള്ള ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ആ വെബിനാറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരും വീഡിയോസിൽ പറയാവുന്നതാണ്. ഇതിന് നമ്മൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 194/2024 എന്നുള്ള കാറ്റഗറി നമ്മളാണ് വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്, അതായത് ഗ്രേഡ് 2 എക്സാമുകൾക്ക് കിട്ടാവുന്നതിൽ നല്ലൊരു ഹൈ സാലറി സ്കെയിൽ തന്നെയാണ് ഈ എക്സാമിന് PSC നോട്ടിഫിക്കേഷനിൽ കാണിച്ചിട്ടുള്ളത്. അതായത് 35,600 മുതൽ 75,400 വരെയാണ്. അതായത് ഒരു ഗ്രേഡ് 2 എക്സാമിന് കിട്ടാവുന്ന നല്ലൊരു സാലറി സ്കെയിൽ തന്നെയാണിത്. പിന്നെ നമ്മൾ വേക്കൻസീസിൻ്റെ കാര്യം ആലോചിക്കും, അതായത് 2 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വേക്കൻസീസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേക്കൻസീസ് എത്ര ആയിക്കോട്ടെ, 100 വേക്കൻസി ആയിക്കോട്ടെ, 1000 വേക്കൻസി ആയിക്കോട്ടെ, നമുക്ക് വേണ്ടത് ഒരേ ഒരു പോസ്റ്റാണ്. നമ്മൾ തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സർക്കാർ ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് എത്താനാണ്. ഈ സ്വപ്നത്തിന് നമുക്ക് വേണ്ടത് ഒരേ ഒരു പോസ്റ്റാണ്. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, നേരെ മറിച്ച് ജോലി ലഭിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഉയർന്ന റാങ്ക് ലിസ്റ്റ് നേടിക്കൊണ്ട് ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം. അതായത് കഠിനാധ്വാനം വേണം, ഇതിന് എഫേർട്ട് എടുക്കണം. അല്ലാതെ 2 വേക്കൻസിയാണ് അല്ലെങ്കിൽ 1 വേക്കൻസിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എക്സാമുകൾ നമ്മൾ അങ്ങനെ തള്ളി വെക്കരുത്, അല്ലെങ്കിൽ ഇത് മാറ്റി വെക്കരുത്. നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നല്ല കഠിനാധ്വാനം ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് പോസ്റ്റുകൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു എക്സാമിൻ്റെ എക്സാം ഡീറ്റെയിൽസിനെ കുറിച്ച്, പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുമ്പോൾ ഈ വേക്കൻസിയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി, ഡിഗ്രി ഇൻ കെമിസ്ട്രി, അതായത് കെമിസ്ട്രി ഡിഗ്രി ഉള്ളവർക്കും ഫുഡ് ടെക്നോളജിയിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കെമിസ്ട്രി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ പ്രിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഫുഡ് ടെക്നോളജി ഉദ്യോഗാർത്ഥികൾ പരിഗണിച്ചതിന് ശേഷമാണ് കെമിസ്ട്രി, അതായത് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഉള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുള്ളൂ എന്നൊരു ക്വാളിഫിക്കേഷൻസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ PG ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, അതായത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള PG ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് പൂർത്തിയാക്കിയവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളവരായിരിക്കും ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ഇത് നമ്മൾ പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ് നോക്കുമ്പോൾ, അതായത് 105/2017 എന്ന കാറ്റഗറി നമ്പറിലായിരുന്നു ഇത് നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. അന്ന് ഏകദേശം 4 വേക്കൻസി മാത്രമായിരുന്നു ഇതിന് റിപ്പോർട്ട് ചെയ്തിരുന്നത്, 4 വേക്കൻസി. പക്ഷേ അതിൻ്റെ മെയിൻ ലിസ്റ്റിലേക്കും അഡ്വൈസിലേക്കും നമ്മൾ കണ്ണോടിക്കുമ്പോൾ ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ 56 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 56 പേരിൽ 54 പേർക്കും ജോലി ലഭിച്ചു എന്നുള്ളതാണ്. അതായത് സാധാരണ PSCയുടെ മെയിൻ ലിസ്റ്റിലുള്ള ഒരു പകുതി ആളുകൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അഡ്വൈസസ് നടക്കുക. പക്ഷേ ഇതിന് മുമ്പ് വിളിച്ച പോസ്റ്റിലേക്ക് ഏകദേശം 56 മെയിൻ ലിസ്റ്റിൽ വന്നതിൽ 54 ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിച്ചു എന്നുള്ളതാണ്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഹൈ അഡ്വൈസസ് ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു എക്സാം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 വേക്കൻസി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് 4 വേക്കൻസി എന്ന് പറഞ്ഞാൽ തള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 56 കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലി കിട്ടുന്നതിൽ നമുക്ക് നഷ്ടമായേനെ. അതുകൊണ്ട് വേക്കൻസിയെക്കുറിച്ച് ബോധറാവാതെ
പിന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ ഒരു ട്രെൻഡ്സ് എടുത്ത്, അതായത് കഴിഞ്ഞ എക്സാമിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നെ മനസ്സിലാക്കും, ഒരു അനലൈസ് ചെയ്യുമ്പോൾ നമുക്കിതിൽ നല്ലൊരു അഡ്വൈസസ് ഒക്കെ വരാൻ സാധ്യതയുള്ളൊരു പോസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഏകദേശം കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 33.33 ആയിരുന്നു. മാക്സിമം മാർക്ക് 49.33 ആയിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 14/2/2023 അതായത് നമുക്കിനി ഏകദേശം ഉള്ളത് ഒരു 2.5 മാസക്കാലമാണ്. ഈ 2.5 മാസക്കാലം കൊണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏണസ്റ്റ് അക്കാദമി നിങ്ങൾക്ക് ഒരു ക്രാഷ് കോഴ്സ് ഒരുക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച അധ്യാപക ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, അങ്ങനെ ഏണസ്റ്റ് അക്കാദമിയുടെ എല്ലാവിധ പ്രീമിയം ബാച്ചിന് കൊടുക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രാഷ് ബാച്ച് അനൗൺസ് ചെയ്യുന്നത്. ക്രാഷ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ ജോയിൻ ചെയ്യാനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ തന്നെ സിലബസ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.